ഇനി ഏത് ഇലക്ഷൻ വന്നാലും LDF-ഉം UDF-ഉം വോട്ടും ചോദിച്ച് ഞങ്ങളുടെ മുറ്റത്തേക്ക് വരണ്ട. ഈ മുറ്റത്തേക്ക് എന്നല്ല, ഈ ഭാഗത്തേക്ക് വരണ്ട. ഇനിയിപ്പോൾ ഇവിടെ ഒരു കാര്യവും പറഞ്ഞിട്ടും ഇവിടെ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും എടുത്തു പിടിച്ചുകൊണ്ട് വരുന്നതാണ് DYFIയുടെ പിള്ളേര്. DYFI എന്ന വാക്ക് പോലും ഇവിടെ കേൾക്കാനില്ല ഇപ്പം മുനമ്പം പ്രദേശത്ത്. ഞങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് പാർട്ടി അനുഭാവികളായിട്ടുള്ള കുറച്ചാള്. അവര് പോലും ഞങ്ങളുടെ ഈ സമരമുഖത്തേക്ക് വരുന്നില്ല. ഇവിടെ മുനമ്പത്തുള്ള LDF-ഉം UDF-ഉം ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരും വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് തരത്തിലായിരിക്കും അവരോട് സംസാരിക്കുക? വോട്ട് ചോദിക്കാനായിട്ട് LDF-ഉം UDF-ഉം ഇങ്ങാട് ഈ 1-ാം വാർഡിലേക്ക് ഇനി കടന്നു വരണ്ട എന്നാണ് ഞങ്ങൾ കടപ്പുറം നിവാസികൾ ഒന്നടങ്കം പറയുന്നത്. ഞങ്ങൾക്ക് LDF-നെ കൊണ്ടും UDF-നെ കൊണ്ടും ഒരു ഗുണവും ഈ വഖഫ് ബോർഡിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടായിട്ടില്ല. അവർ വന്നിട്ട് ഞങ്ങളുടെ ഒരു ക്ഷേമം അന്വേഷിക്കുന്നില്ല. ഇവിടെ ഒരു പള്ളിപ്പുറം പഞ്ചായത്തുണ്ട്. ഈ പള്ളിപ്പുറം പഞ്ചായത്തിൽ 23 വാർഡുകളുണ്ട്. 23 വാർഡുകളിൽ പെട്ട ഒരാളും ഇങ്ങോട്ട് വന്നിട്ടില്ല, ഞങ്ങളുടെ മെമ്പർ ഒഴിച്ച്. ഞങ്ങളുടെ മെമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് UDF-ന്റെ മെമ്പറാണെന്നുള്ള രീതിയിലല്ല ഞങ്ങളുടെ മെമ്പർ ഞങ്ങളുടെ കൂടെ സഹകരിക്കുന്നത്. ഞങ്ങളിൽ ഒരു ആളെന്നുള്ള രീതിയിലാണ് ഞങ്ങളോട് സഹകരിക്കുന്നത്. വേറെ ഒരാളും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇനി ഏത് ഇലക്ഷൻ വന്നാലും LDF-ഉം UDF-ഉം വോട്ടും ചോദിച്ച് ഞങ്ങളുടെ മുറ്റത്തേക്ക് വരണ്ട. ഈ മുറ്റത്തേക്ക് എന്നല്ല, ഈ ഭാഗത്തേക്ക് വരണ്ട. ഇനിയിപ്പോൾ ഇവിടെ ഒരു കാര്യവും പറഞ്ഞിട്ടും ഇവിടെ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും എടുത്തു പിടിച്ചുകൊണ്ട് വരുന്നതാണ് DYFIയുടെ പിള്ളേര്. DYFI എന്ന വാക്ക് പോലും ഇവിടെ കേൾക്കാനില്ല ഇപ്പം മുനമ്പം പ്രദേശത്ത്. ഞങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് പാർട്ടി അനുഭാവികളായിട്ടുള്ള കുറച്ചാള്. അവര് പോലും ഞങ്ങളുടെ ഈ സമരമുഖത്തേക്ക് വരുന്നില്ല. DYFIയുടെ പ്രവർത്തകരൊക്കെ ഒരുപാട് പ്രതിഷേധ പരിപാടികളൊക്കെ സഹകരിക്കുന്ന ആൾക്കാരായിരുന്നല്ലോ, അവരാരും വരുന്നില്ലേ? അതെ, DYFI ഒരുപാട് സമരമുഖങ്ങളിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് DYFI. ഇവിടെ പ്രളയം ഉണ്ടായപ്പോഴും സുനാമി വന്നപ്പോഴും എല്ലാം DYFIയുടെ പിള്ളേര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതിലെന്താണ് അവർ വരാത്തതിന്റെ കാരണം എന്താണ്? പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അവർക്ക് ശക്തമായ വിലക്കുകൾ ഉണ്ടാവും. ഈ വിഷയത്തിലേക്ക്, വഖഫ് എന്ന വിഷയത്തിലേക്ക് പ്രതികരിക്കാൻ രണ്ട് പാർട്ടിക്കാരും തയ്യാറല്ല. UDF-ഉം തയ്യാറല്ല, LDF-ഉം തയ്യാറല്ല. ആദ്യം UDF-ന്റെ ആളിൽ വന്നത് ഈ VD സതീശനും പിന്നെ നമ്മുടെ ഹൈബീഡനൊക്കെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ പാർട്ടി ഒറ്റപ്പെടുന്നു, അകന്നു പോകും എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് അവർ വന്ന് ഞങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. അത് ഈ കേരളത്തിലെ മറ്റുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, അല്ലാണ്ട് ഞങ്ങളൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞങ്ങളെ സഹായിക്കാനല്ല അവർ വന്നത്. ഞങ്ങളോടന്ന് അവർ പറഞ്ഞാൽ ഞങ്ങൾ ഏത് രീതിയിലും സഹായിക്കാൻ തയ്യാറാണെന്നാണ്. പിന്നെ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ വർഗത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല ഈ ഭാഗത്തേക്ക്. ഇപ്പോൾ ഈ പ്രധാനമായിട്ട് ഇനി വരും ദിവസങ്ങളിൽ ഏത് തരത്തിലുള്ള പ്രതിഷേധമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്? ഇതേ സമാനമായിട്ടുള്ള രീതിയിലാണ് പ്രതിഷേധം വളരെ സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ വേളാങ്കണ്ണി ഇടവക വികാരി അച്ഛനും ഞങ്ങൾ നാട്ടുകാരും എല്ലാ സാമുദായികമായിട്ടുള്ള നേതാക്കന്മാരും ഞങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാവരെയും അനുവാദത്തോടുകൂടി വളരെ സമാധാനപരമായിട്ട് സമരം കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിങ്ങൾ പ്രശ്നം നേരിട്ട് അറിയിക്കാനായിട്ട് ഏതെങ്കിലും സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിച്ചിട്ടുണ്ട്. ഓൺലൈനിലൂടെ ഞങ്ങൾ കത്തുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ BJP നേതൃത്വം വഴിയായിട്ട്, സുരേഷ് ഗോപി സാർ വഴിയായിട്ട്, ശോഭാ സുരേന്ദ്രൻ വഴിയായിട്ട്, അങ്ങനെ ഒരുപാട് രീതിയിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് നല്ലൊരു അനുകൂലമായ വിധി ഉണ്ടാകും. ഒരു പുതിയ നിയമം, വഖഫ് ബോർഡിന്റെ നിയമ ഭേദഗതി നടപ്പാക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിൽ മാത്രമാണ് ആകെയുള്ള ഒരു പ്രതീക്ഷ? മാത്രമാണ് ഞങ്ങൾക്കായുള്ള പ്രതീക്ഷ. സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു? ഇല്ല, ഒരു കാരണവശാലും പിണറായി വിജയനോട്ട് ഒരു വിശ്വാസവുമില്ല. അങ്ങനെയോട്ട് പറയാൻ വേണ്ട. ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം പറഞ്ഞ സാധനം ഇവർക്ക് രണ്ടുപേർക്കും ഇല്ല. പിണറായിക്കും ഇല്ല. അത് പണയം വെച്ചേക്കണത് വഖഫ് ബോർഡിന്റെ ഓഫീസിലാണ്, മുസ്ലിം ലീഗിന്റെ ഓഫീസിലാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഈ പറയുന്ന പോലെ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള പിന്തുണയില്ലല്ലോ? ഇല്ല, ഒരു പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 2019 ഞങ്ങൾക്ക് ഇവര് സ്റ്റേ കൊടുത്താണ്. 2022 ആയപ്പോഴാണ് ഇവിടെ ജനങ്ങൾ അറിയണത്. 2019 ശേഷമാണ് ഇവര് ഈ സ്റ്റേ കൊടുത്തേക്കണത്. ഞങ്ങൾക്ക് കരമടക്കാൻ പാടില്ല, റവന്യൂ രേഖകളൊന്നും അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. 2022 ആയപ്പോഴത്തേനൊക്കെയാണ് ജനങ്ങൾ അറിഞ്ഞത് ഈ കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എപ്പോഴും പോയി കരമടക്കുന്ന പരിപാടി സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ ഇല്ല. സാധാരണക്കാരായ ജനങ്ങളായ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴാണ് ഞങ്ങൾ കൊണ്ട് കരമടക്കുന്നത്. ഇനിയുള്ള മുന്നോട്ടുള്ള ഒരു വലിയ പ്രതിഷേധമായിട്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. അതെ, പ്രതിഷേധം ദിനം കൂടിക്കൊണ്ടിരിക്കും. സമാധാനപരമായിട്ട് തന്നെ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ വേണ്ടപ്പെട്ടവരെല്ലാവരും അറിയിച്ചുകൊണ്ടിരിക്കും.
കടലിൽ തള്ളും പോത്തോളൂ. രാജ്യത്തിന്റെ നന്മയ്ക്കായി ശക്തിയെ കാണാതെ ശക്തിയെ കാണാതെ മനസ്സിലറിയാതെ മനസ്സിലറിയാതെ ശക്തിയെ കാണാതെ മനസ്സിലറിയാതെ നടപ്പിലാക്കും നിയമങ്ങൾ അറബിക്കടലിൻ മൺമക്കൾ ഞങ്ങളുടെ മുന്നിൽ തൊട്ടെന്നാൽ ഞങ്ങളുടെ മുന്നിൽ തൊട്ടെന്നാൽ ഞങ്ങളുടെ മണ്ണിൽ വന്നെന്നാൽ ഞങ്ങളുടെ മണ്ണിൽ വന്നെന്നാൽ അടിച്ചോർക്കും അറബിക്കടലിൽ അടിച്ചോർക്കും അറബിക്കടലിൽ അടിച്ചൊതുക്കും അറബിക്കടലിൽ മതേതരം 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 ഭാരതം മതഭരണം വേണേ വേണ്ട മതനിയമം വേണേ വേണ്ട ഞങ്ങളുടെ കൊണ്ടാട്ടിൽ ഞങ്ങളുടെ കൊണ്ടാട്ടിൽ ഞങ്ങളുടെ സ്വപ്നം കൂടെയുമല്ല ഞങ്ങളുടെ സ്വപ്നം കൂടെയുമല്ല തട്ടിയെടുക്കാൻ വന്നവരെ തട്ടിയെടുക്കാൻ വന്നവരെ വിടാതെ നിയമം കടലിൽ തള്ളോ വിടാതെ നിയമം കടലിൽ തള്ളോ രാജ്യത്തിന്റെ നന്മയ്ക്കായി രാജ്യത്തിന്റെ നന്മയ്ക്കായി പക്കപ്പൊന്ന് നീരാളിക്ക് പക്കപ്പൊന്ന് നീരാളിക്ക് പല്ലുന്നതും കൊടുത്തവരെ പല്ലുന്നതും കൊടുത്തവരെ പാവങ്ങളുടെ രംഗത്ത് പാവങ്ങളുടെ രംഗത്ത് രാജ്യത്തിന്റെ നന്മയ്ക്കായി